ഹായ് എവരി വൺ. ഇന്നത്തെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് PoE? പവർ ഓവർ എതർനെറ്റ്. PoE എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോമാണ് പവർ ഓവർ എതർനെറ്റ്. ഓക്കെ, അപ്പം ഈ പേരിൽ തന്നെ ഉണ്ട് എന്താണ്, പവറിനെ എതർനെറ്റ് കേബിളിനകത്ത് കൂടെ സെൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. നോർമലി എതർനെറ്റ് കേബിളിനകത്ത് കൂടെ നമുക്ക് ഡാറ്റയാണ് സെൻഡ് ചെയ്യുന്നത്. ആ കേബിളിനകത്ത് കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പവറും കൂടെ സെൻഡ് ചെയ്യാം. നമുക്കറിയാം ഇതിനകത്ത് എന്തിനാണ് ഇങ്ങനെ പവർ സെൻഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ഓക്കെ, അപ്പം ഒരു സപ്പോസ് നമുക്ക് ഒരു IP ഫോൺ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ IP ഫോൺ ഒരു ഫോണിന് സ്വാഭാവികമായിട്ടും IP ഫോണിന് നമുക്ക് ഒരു സ്വിച്ചിനകത്തേക്കുള്ള കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഇനി ഈ ഫോണിന് പവർ വേണം, ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് പവർ വേണം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു പവർ അഡാപ്റ്റർ വെച്ചിട്ട് AC പ്ലഗിൽ നിന്നും ഒരു പവർ അഡാപ്റ്റർ വെച്ചിട്ട് അതിനെ DC-യിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ DC-യിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ ഈ ഫോണിലേക്ക് കൊടുക്കും. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഡിവൈസ്, ഇപ്പോൾ ക്യാമറ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ക്യാമറക്കും ഈ ക്യാമറന്ന് ഡാറ്റ എന്തായാലും സെൻഡ് ചെയ്യണം, അതിൻ്റെ കൂടെ ക്യാമറക്ക് പവർ സപ്ലൈയും വേണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് നോർമൽ രീതിയിൽ നമ്മൾ എന്താ ചെയ്യുക, പവർ ഓവർ എതർനെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടി ഒരു എക്സ്ട്രാ വേറൊരു കേബിളും കൂടെ പവറിന് വേണ്ടി നമ്മൾ കൊടുക്കുക ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഈ കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഫിസിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോംപ്ലിക്കേഷൻസ് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം സ്വിച്ചിൽ നിന്നുള്ള കണക്ഷൻ എടുത്തിട്ട് നമുക്ക് ഈ ഫോണിലേക്ക് കൊടുക്കണം, ഫോണിലേക്ക് വേറെ ഒരു പവർ അഡാപ്റ്റർ വെച്ചിട്ട് വേറൊരു പവറും കൊടുക്കണം. അതേപോലെ തന്നെ ക്യാമറയിലേക്ക് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് ഒരു ലൈൻ കൊടുക്കണം, അതേമാതിരി പവറിന് വേണ്ടിയിട്ട് വേറൊരു കേബിൾ നമ്മൾ കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ അതേപോലെ ഒരു ആക്സസ് പോയിൻ്റ് ഉണ്ട് വിചാരിക്കാം. ആക്സസ് പോയിൻറ്റിലേക്കും ഇതേപോലെ തന്നെ ആക്സസ് പോയിൻറ്റിലേക്ക് കണക്ഷൻ സ്വിച്ചിൽ നിന്നുള്ള കണക്ഷൻ പോകണം. അപ്പോൾ ആക്സസ് പോയിൻ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പവർ അഡാപ്റ്റർ വെച്ചിട്ട് വേറൊരു കണക്ഷൻ നമ്മൾ. അപ്പം പല ഡിവൈസുകളും ഉണ്ട്, അവർക്ക് ഡാറ്റേൻ്റെ കൂടെ അവരുടെ വർക്കിങ്ങിന് വേണ്ടിയുള്ള പവറും കൂടെ വേണ്ട ഡിവൈസുകളുണ്ട്. അപ്പോൾ PoE എന്ന് പറയുന്ന പവർ ഓവർ എതർനെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ വരുമ്പോഴത്തേക്കും ഈ കേബിൾ, ഈ എക്സ്ട്രാ പവർ അഡാപ്റ്റർ നമ്മൾ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഈ സ്വിച്ചിൽ നിന്നുള്ള ഈ കേബിൾ വഴി തന്നെ ഈ സ്വിച്ചിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ പവറും കൂടെ ശരി. അപ്പോൾ ഈ കേബിൾ നമുക്കറിയാം 8 വയേഴ്സാണ് വരുന്നത്. ഓക്കെ, അതിനകത്ത് 2 പെയർ മാത്രമേ, അതായത് 4 വയേഴ്സ് മാത്രമേ, 2 പെയർ എന്ന് പറയുന്ന സമയത്ത് 4 വയേഴ്സ് മാത്രമേ ശരിക്കും ഡാറ്റ ട്രാൻസ്ഫറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ഫ്രീ ആയിട്ട് കിടക്കുന്ന കേബിളിനകത്ത് കൂടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പവർ കൊടുക്കാൻ പറ്റും. അപ്പം അതിന് അങ്ങനെ കൊടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഡിവൈസിന് ഈ എതർനെറ്റിനകത്ത് കൂടെ പവറും കൂടെ റിസീവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഈ സ്വിച്ചിന് ഈ കേബിളിനകത്ത് കൂടെ പവർ സെൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ സ്വിച്ചസൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് PoE സ്വിച്ച് നോക്കി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, പവർ ഓവർ എതർനെറ്റ് കേപ്പബിൾ ആയിട്ടുള്ള സ്വിച്ചാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ SMPS ഒക്കെ ഹൈ പവറുള്ള SMPS ആയിരിക്കും. ഓക്കെ, ഈ SMPSനുള്ള പവർ ഇയാൾക്ക് ഈ സ്വിച്ചിൻ്റെ വർക്കിങ്ങിന് എടുക്കുന്നത് പോലെ തന്നെ ഇതിനകത്ത് കൂടെ ഇതിൻ്റെ ഈ പവർ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മദർ ബോർഡിനകത്ത് കൂടെ അല്ലെങ്കിൽ ഈ കേബിളിനകത്ത് കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ പവറും കൂടെ അവർക്ക് സപ്ലൈ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഈ സ്വിച്ചിനുണ്ടാവും. പവർ ഓവർ എതർനെറ്റ് കേപ്പബിൾ ആയിട്ടുള്ള സ്വിച്ചുകൾക്ക് അങ്ങനെയുള്ളൊരു കേപ്പബിലിറ്റിയും കൂടെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായി, കേബിളിംഗ് വളരെ സിമ്പിളായി മാറി. ഇത് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആകെ കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടിയുള്ളൂ, സാധാരണ സ്വിച്ചിന് കൊടുക്കുന്നതിനെക്കാട്ടും ഒരു X% ഓഫ് എമൗണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും ഈ PoE സ്വിച്ചിന് നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ 50,000 അല്ലെങ്കിൽ 1 lakh നമുക്ക് സ്വിച്ചിനാവുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1,50,000 അല്ലെങ്കിൽ 1,25,000 നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, PoE സപ്പോർട്ട് ചെയ്യുന്ന സ്വിച്ചിന് കൊടുക്കേണ്ടി. പക്ഷേ അതിനെക്കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, ഒരുപാട് നമുക്ക് എക്സ്ട്രാ പവർ അഡാപ്റ്റേഴ്സും ഒരുപാട് ചാവോസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും, ഒരുപാട് കോംപ്ലിക്കേഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മീൻസ് വയറിംഗ് ലെവലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക്
ഒഴിവാക്കാൻ പറ്റും. ഇതാണ് PoE എന്ന് പറയുന്നതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. അപ്പോൾ ഈ ഡയഗ്രത്തിൽ കാണിച്ച പോലെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ അൺയൂസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിനകത്ത് കൂടെ നമ്മൾ എന്ത് ചെയ്യുക, പവർ ഒരു എൻഡിൽ നിന്ന്, അതായത് സ്വിച്ചിൽ നിന്നോ ഇതിൽ നിന്നോ ഒരു പവർ നമുക്ക് കൊടുക്കുകയാണ് അൺയൂസ്ഡ് ആയിട്ടുള്ള ഇതിനകത്ത് കൂടെ. അപ്പോൾ അതിനകത്ത് കൂടെ ഡാറ്റ പോകാൻ വേണ്ടിയിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ പവർ പോകാൻ വേണ്ടിയിട്ടുള്ള വേറൊരു കണക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇതാണ് പവർ ഓവർ എതർനെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, അപ്പം ബേസിക് കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നമ്മൾ ക്ലാസ് ലെവലിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഇതിൻ്റെ കമാൻഡ്സ് എന്താണെന്ന് നോക്കാനുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ള ലെവലിൽ മാത്രമേ ഇതിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളൂ ഈ ഒരു ടോപ്പിക്കിനെ. ഓക്കെ, PoE delivers power and data over a single Ethernet cable. നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാം. വാട്ട് ഈസ് PoE എന്ന് ചോദിക്കുന്ന സമയത്ത് PoE delivers power and data over a single Ethernet cable എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വേറൊരു ഡെഫിനേഷൻ, PoE can powers devices through the network cable itself. നെറ്റ്വർക്ക് കേബിളിനകത്ത് കൂടെ തന്നെ നമുക്ക് പവറും ഡിവൈസിന് കൊടുക്കാൻ പറ്റും. പിന്നെ PoE allows Ethernet cables to carry electricity to devices from the switch, അല്ലെങ്കിൽ ഫ്രം ദ PoE കേപ്പബിൾ സ്വിച്ച് എന്നൊക്കെ പറയാം നമുക്ക്. പിന്നെ PoE പ്രൊവൈഡ്സ് ബോത്ത് പവർ ആൻഡ് ഡാറ്റ ടു ഡിവൈസസ് ഓവർ എതർനെറ്റ്. PoE പ്രൊവൈഡ്സ് ബോത്ത് പവർ ആൻഡ് ഡാറ്റ ടു ഡിവൈസസ് ഓവർ ദ എതർനെറ്റ്. പിന്നെ PoE എലിമിനേറ്റ്സ് ദ നീഡ് ഫോർ സെപ്പറേറ്റ് പവർ കേബിൾസ്. പിന്നെ PoE പവേഴ്സ് ഡിവൈസസ് ലൈക്ക് ക്യാമറാസ് ആൻഡ് ഫോൺസ് ത്രൂ നെറ്റ്വർക്ക് കേബിൾസ്. പിന്നെ PoE സിംപ്ലിഫൈസ് ഇൻസ്റ്റലേഷൻ ബൈ കമ്പൈനിങ് പവർ ആൻഡ് ഡാറ്റ ഇൻ വൺ കേബിൾ. പല രീതിയിലും ഡിഫൈൻ ചെയ്യാം. ഇത് നിങ്ങളേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് നോക്കിയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതുപോലെ നിങ്ങൾ ഡെഫിനിഷൻസ് ആയിട്ട് പറയണമെന്നില്ല. നമുക്ക് കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയൊരു ടോപ്പിക്കാണ് പവർ ഓവർ എതർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വീണ്ടും നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.